ഈശ്വമിശേഖത്തെ ഹല്ലേലൂയ മരിയ. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും ഇന്ത്യയിലെ ജനസംഖ്യ, അതുപോലെ തന്നെ ഇന്ത്യൻ ജനങ്ങൾ എങ്ങനെ വന്നു എന്നുള്ള ഒരു ബ്രീഫായിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്ങാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന സ്റ്റോറി ശരിക്കും ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പക്ഷേ ഇത് ആക്ച്വലി ആക്യുറേറ്റ് ആണെന്ന് കൂടി നമുക്കിപ്പോൾ പറയാൻ പറ്റും. അതായത് ബാബൽ ഗോപുരം, അതായത് ഫ്ലഡ് കഴിഞ്ഞ് 100 കൊല്ലം കഴിഞ്ഞപ്പോൾ ബാബൽ ഗോപുരം ഉണ്ടാക്കാൻ തുടങ്ങി. അവിടെ വെച്ച് ദൈവം, ത്രിയേക ദൈവം എല്ലാവരുടെയും ഭാഷ മാറ്റിക്കളഞ്ഞു. 80-ൽ പരം ഭാഷയായിട്ട് മാറ്റി. ഈ മൊത്തത്തിലുള്ള ജനത്തിൻ്റെ ഭാഷ 80 ഭാഷയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ബാബേൽ ഗോപുരം ഉണ്ടായിരുന്നത് മെസൊപ്പൊട്ടോമിയയിലാണ്. ആ മെസൊപ്പൊട്ടോമിയയിലാണ് ആദ്യത്തെ സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഈ മെസൊപ്പൊട്ടോമിയയിൽ നിന്നാണ് ആദ്യത്തെ ഒരു ജനങ്ങളുടെ ഒഴുക്ക് ലോകത്തുള്ള സ്ഥലങ്ങളിലേക്കും ഉണ്ടായത്. അങ്ങനെ വന്നിട്ട് ഈ ഇന്ത്യയിലും എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ ആളുകൾ വന്ന് താമസിക്കാൻ തുടങ്ങി. ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ജനങ്ങളാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുക. ആദിവാസി സമൂഹങ്ങളാണ് ശരിക്കും ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ള ജനങ്ങൾ. അത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോകത്തെല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ ആണ് നമുക്ക് കാണാൻ പറ്റും. ആദിവാസി സമൂഹങ്ങളാണ് ശരിക്കും ഈ മെസൊപ്പൊട്ടോമിയയിൽ നിന്ന് ആദ്യമായിട്ട് ചിതറിക്കപ്പെട്ട ജനസമൂഹങ്ങളിൽ ഒരു കൂട്ടം ജനങ്ങൾ. അത് അവർ പല രീതിയിലുള്ള ഭാഷകളാണ് സംസാരിക്കുന്നത്. അതായത് 80 ഭാഷകളെ ദൈവം മനുഷ്യൻ്റെ ഭാഷയെ വേർതിരിച്ചത്. അപ്പോൾ ആ ഭാഷകളിൽപ്പെട്ട ആളുകൾ ലോകത്തെ പല സ്ഥലങ്ങളിലും പോയി താമസിച്ചപ്പോൾ അവർ അവരെ വിളിക്കുന്ന ആദിവാസി സമൂഹങ്ങളെ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ മെസൊപ്പൊട്ടോമിയയിൽ വീണ്ടും കുറേ പേര് താമസിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും ആളുകൾ കൃഷിയും കാര്യങ്ങളൊക്കെ പഠിച്ച് അവിടെ നിന്ന് മൂവ് ചെയ്ത് സിന്ധു നദിക്ക് തീരത്തേക്ക് വന്നു. ആ സിന്ധു നദി തീരത്തേക്ക് വന്ന സമയത്ത് അവർക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, ദേവനോ രാജാവോ ഒന്നും ഉണ്ടായിരുന്ന ഒരു ആരാധന സിസ്റ്റം ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുക. അതായത് അമ്പലങ്ങളോ കൊട്ടാരങ്ങളോ നമുക്കൊന്നും കാണാൻ പറ്റില്ല ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള. അവർക്ക് ഭാഷയുണ്ടായിരുന്നു, പക്ഷേ ആ ഭാഷ ഇന്നേവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് അവർ എഴുതി വെച്ചേക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അങ്ങനെ സിന്ധു നദി തീരത്ത് താമസിക്കുന്ന ആളുകൾ എല്ലാവരും കൂടി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക്, ഇന്ത്യയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. കുറച്ച് കാലങ്ങൾക്ക് ശേഷം അങ്ങനെ വ്യാപിച്ചപ്പോഴാണ് ആദിവാസി സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആളുകളും ഈ പറയുന്ന സിന്ധു നദി തീരത്ത് താമസിക്കുന്ന ആളുകളും കൂടി ചേർന്ന് ഉണ്ടായ സമൂഹത്തെ ദ്രാവിഡന്മാർ എന്ന് വിളിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഈ ജനതയ്ക്ക്, ദ്രാവിഡന്മാർക്ക് ആദിവാസി സമൂഹങ്ങളുടെ വിശ്വാസമായിരിക്കും ഉണ്ടായിരിക്കാൻ സാധ്യത. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രത്യേകിച്ച് ഈ പറഞ്ഞ സിന്ധു നദി തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് വിശ്വാസമോ ദൈവമോ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ആദിവാസി സമൂഹങ്ങളായിട്ട് മിങ്കിൾഡ് ആകുമ്പോൾ, അവരായിട്ട് കൂടിച്ചേർന്ന് വേറെ ജനസമൂഹങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ ആദിവാസി സമൂഹങ്ങളുടെ വിശ്വാസമായിരിക്കും കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ കൂടുതൽ സാധ്യത. അതിനുശേഷം ഒരു 2500-3000 വർഷത്തിന് സമയത്താണ് ഈ ഉസ്ബെക്കിസ്ഥാൻ, അതുപോലെ തന്നെ കാസ്പിയൻ സീ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ആര്യന്മാർ ഇവിടേക്ക് ഇന്ത്യയിൽ കുടിയേറി പറഞ്ഞു. അവരാണ് ശരിക്കും ഈ പറഞ്ഞ വേദങ്ങൾ വെച്ചിട്ട്, ഉപനിഷത്തുക്കളൊക്കെ വെച്ചിട്ട് ദൈവത്തിനെ ആരാധിക്കാനൊക്കെ തുടങ്ങിയിട്ടുള്ള ജനസമൂഹങ്ങൾ. ആദിവാസിയുടെ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ ഹണ്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ നിന്നും കിട്ടുന്ന ഭക്ഷണങ്ങളാണ് അവർ കഴിച്ചിരുന്നത്. പക്ഷേ ഈ മെസൊപ്പൊട്ടോമിയയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുണ്ട്, സിന്ധു നദീ താമസിച്ച ആളുകൾ അവിടെ കൃഷി ചെയ്ത് ആ കൃഷി ചെയ്ത സാധനങ്ങളാണ് ഇവർ ഭക്ഷിച്ചിരുന്നത്. അവരുടെ ശീലം തന്നെയാണ് ദ്രാവിഡന്മാർക്ക് ഉണ്ടായിരുന്നത്. വെച്ച് കഴിഞ്ഞാൽ ആദിവാസികളെ കൂടിച്ചേർന്ന പുതിയ ജനസമൂഹമായി മാറിയപ്പോൾ ഇവരുടെ ഭക്ഷണ രീതികളൊക്കെ ആദിവാസികൾ അഡോപ്റ്റ് ചെയ്ത് ദ്രാവിഡന്മാരായി മാറി. അവിടെ നിന്ന് ഈ പറഞ്ഞ ആര്യന്മാർ വന്നു. ആര്യന്മാരുടെ കൂടുതലും അവർ ചെയ്തുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ കാലി വളർത്തൽ, മൃഗങ്ങളുടെ വളർത്തൽ എന്ന് അവരുടെ പാലിനും മാംസത്തിനും വേണ്ടിയിട്ടൊക്കെയാണ് അവർ വളർത്തിയതെന്ന് നമുക്ക് മനസ്സിലാവുന്നു.
അങ്ങനെയാണ് കാലികാലത്തുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് വന്ന് അവരുടെ മതം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇന്ത്യയിൽ ഹിന്ദുയിസം എന്നൊരു മതത്തിൻ്റെ വളർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പുറത്തുനിന്ന് വന്നിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇന്നും നമ്മുടെ നാട്ടിൽ ആദിവാസികളുണ്ട്. അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞ് വേറത്തെ തന്നെ ആണ്. ഇങ്ങനൊരു സ്റ്റോറി ലൈൻ എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത് ഈ ജനിതകമായിട്ടുള്ള DNA ആയിട്ടുള്ള പഠനങ്ങളും അതുപോലെ തന്നെ ഹിസ്റ്ററിക്കലായിട്ടുള്ള പഠനങ്ങളും വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ഇത് പറയാനായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ പറയാനായിട്ട് എനിക്ക് പറ്റിയത്. അതുപോലെ തന്നെ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ഇത് പറയാനുള്ള ഒരു പ്രചോദനം എനിക്ക് കിട്ടിയത്. ത്രിയേക ദൈവത്തിൻ്റെ ഈശോയുടെ സമാധാനം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹല്ലേലൂയ.